الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മക്കായി നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളും കൽപ്പനകളും ജീവിതത്തിൽ ഉടനീളം പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമെന്ന് ഉപദേശിക്കുകയും വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. മുഴുവൻ മേഖലകളിലും റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാഥൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏപ്രിൽ മാസത്തിലാണ് നാം ഉള്ളത്. നല്ല വേനൽക്കാലമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സ്കൂളുകളിൽ പഠിക്കുന്ന മക്കളുള്ള രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആ മക്കളുടെ അവധി സമയവും കൂടിയാണ്. ഈ അവധിക്കാലത്ത് മറ്റ് പഠനകാലത്തിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ സമയം നമ്മുടെ മക്കൾ വീടുകളിൽ നമ്മളോടൊപ്പം ചെലവഴിക്കുന്ന സമയമാണ്. പല നിലയിലും രക്ഷിതാക്കളുടെ ചിന്തകൾ ഈ സമയങ്ങളിൽ കടന്നു പോകാറുണ്ട്. വേനലവധി പെടുന്നനെ ഒന്ന് തീർന്നു കിട്ടിയിരുന്നു എങ്കിൽ എന്നാഗ്രഹിക്കുന്നവരുണ്ടാകും. ഒരൽപ്പം കൂടുതലായിക്കൊണ്ട് മക്കളോട് ചെലവഴിക്കാൻ സമയം കിട്ടുന്ന വിധത്തിൽ ഇതിനെ ഉപയോഗിച്ചിരുന്നു എങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഏതായിരുന്നാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളെ നമുക്കധികമായി ലഭിക്കുന്ന ഈ ഒരവസരത്തിൽ അവരെ കൂടുതലായി നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒരു സന്ദർഭമാണ് എന്ന് നാം ഈ അവസരത്തിൽ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമാണ് നമ്മുടെ മക്കൾ. ആ ഉത്തരവാദിത്തം എങ്ങനെയാണ് നാം കൈകാര്യം ചെയ്യേണ്ടത് എന്നും നമ്മുടെ മതം കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മക്കളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ വിവിധ രീതികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാം. ഒന്നാമത്തത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തദ് ദുനിയ. അവര് ജീവിതത്തിന്റെ അലങ്കാരമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മറ്റൊന്ന് ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. അവർ പരീക്ഷണമാണ് എന്നും
ഖുർആൻ പറയുന്നുണ്ട്. ഇന്ന മിനൽ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വുൻ ലക്കും, അവരിൽ നിങ്ങൾക്കുള്ള ശത്രുവുണ്ട് എന്നും വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ മക്കളുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പറയുന്നുണ്ട്. മക്കളിലൂടെ ഉയർച്ച ലഭിക്കുന്നവരും മക്കളിലൂടെ താഴ്ച ലഭിക്കുന്നവരുമൊക്കെ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ നാടുകളിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കൾ വഴി ഉയർച്ച ലഭിച്ച ഒരാളെ സംബന്ധിച്ച്, നാളെ പരലോകത്ത് ഉയർച്ച ലഭിക്കുന്നതിനെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നാളെ പരലോകത്ത് സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഉയർന്ന പദവികൾ ലഭിക്കുമ്പോൾ ആ രക്ഷിതാവ് ചോദിക്കും, എങ്ങനെയാണ് എനിക്കിത് ലഭിച്ചത്? ഇതൊന്നും നേടുവാൻ മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ റബ്ബേ എന്ന് റബ്ബിനോട് അയാൾ പറയുമ്പോൾ റബ്ബ് തിരിച്ചു പറയും, ബിസ്തിഗ്ഫാരി ലിവലദിൻ ലക്, നിന്റെ മകൻ, നിന്റെ മകൾ, നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയതിന്റെ ഫലമാണ് നിനക്ക് ഈ ദർജകൾ ലഭിച്ചത്, ഈ പദവികൾ ലഭിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഉയർച്ചയും താഴ്ചകളും ഒക്കെ മക്കളിലൂടെ സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ മക്കളെ നമ്മുടെ ഉയർച്ചക്ക് വിധേയമാകുന്ന തരത്തിൽ, നമ്മുടെ ഉയർച്ചക്ക് കാരണമാകുന്ന തരത്തിൽ ആ മക്കളെ മാറ്റിയെടുക്കുവാനുള്ള ഇടപെടലുകൾ രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചൊരു കാര്യമാണ്, യാ അയ്യുഹല്ലസീന ആമനു, അല്ലയോ വിശ്വസിച്ച വിശ്വാസികളായ ആളുകളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കാത്തുകൊള്ളണം. നിങ്ങളുടെ ശരീരത്തെ മാത്രം കാത്താൽ പോരാ, വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ഇണയെ, നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങൾ കാക്കണം. ഏതിൽ നിന്നും? നാറാ, നരകത്തിൽ നിന്നും നിങ്ങൾ ആ മക്കളെ നിങ്ങൾ കാക്കണമെന്ന് വളരെ ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തഹ്രീമിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മക്കളുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാൻ നടത്തിയ ഉപദേശങ്ങൾ, ഒരു മാതൃക നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നുണ്ട്. പല വിധേനയും പ്രധാനമായി 4 ഉപദേശങ്ങൾ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട, ഇഹലോകത്തും പരലോകത്തും വിജയിക്കുവാൻ കാരണമായി മാറുന്ന 4 കാര്യങ്ങൾ ലുഖ്മാൻ മകനെ ഉപദേശിക്കുന്നുണ്ട്. വഇദ ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇളുഹു, ലുഖ്മാൻ തന്റെ മകന് സദുപദേശം നൽകിക്കൊണ്ടിരിക്കെ അവനോട് ഇപ്രകാരം പറഞ്ഞു, യാ ബുനയ്യ, അല്ലയോ കുഞ്ഞുമോനെ, അല്ലയോ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവില് ഒന്നിനെയും നീ പങ്കു ചേർക്കരുതേ. ഇന്ന ശിർക ലഗുൽമുൻ അളീം, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് തീർച്ചയായും അത് വലിയ അക്രമമാണ്, അല്ലാഹുവിനോട് ചെയ്യുന്ന വലിയ അക്രമമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാൻ മകന് ഉപദേശം നൽകുന്നിടത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ആത്യന്തികമായി നമ്മുടെ മക്കൾക്ക് ആദ്യമായി പറഞ്ഞു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലാഹുവിലേക്കുള്ള ആരാധന, അല്ലാഹുവിലേക്കുള്ള ഭരമേൽപ്പിക്കൽ. വളരെ ഗൗരവത്തിൽ നമ്മൾ അത് പറഞ്ഞു കൊടുക്കണം. എത്ര കണ്ട് നമ്മൾ അത് ഉണർത്താറുണ്ട് എന്നുള്ളത് നാം നമ്മളോട് ചോദിച്ചാൽ മതി. നമ്മളോട് സ്വയം ഒന്ന് മനസ്സിനോട് നമ്മൾ ചോദിക്കുക. നമ്മൾ പലപ്പോഴും ഈ ലോകത്ത് പല നിലയിലും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ജാറങ്ങളിലേക്കും മക്കബറകളിലേക്കും അതേപോലെയുള്ള ഇടങ്ങളിലേക്കുമൊക്കെ ഓടുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരിൽ നിന്നും വിഭിന്നമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കണമെന്ന പ്രവാചകന്മാർ ഉത്ബോധനം ചെയ്ത ഗൗരവമായ തൗഹീദിലേക്ക് കടന്നു വരാൻ അവസരം ലഭിച്ചവരാണ് നമ്മൾ. ഈ അവസരം നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ കൊണ്ടുപോകണം.
അതുപോലെ നമ്മുടെ മക്കളുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ അതുണ്ടാകണം എന്നുള്ളൊരു ബോധവും, അതിലേക്ക് വേണ്ടി നമ്മൾ എത്ര കണ്ട് നമ്മുടെ മക്കളെ മാറ്റിയെടുത്തിട്ടുണ്ട്. മാതാപിതാക്കൾ ചെയ്യുന്നത് കണ്ട്, മക്കൾ ജനിച്ച് മാതാപിതാക്കൾ ചെയ്യുന്നത് കണ്ട് അവർ ഓരോന്ന് പ്രവർത്തിച്ചു പോന്നു. നമ്മൾ റബ്ബിനെ ആരാധിക്കുന്നത് കണ്ട് അവർ റബ്ബിനെ മാത്രം ആരാധിച്ചു പോന്നു. പക്ഷേ റബ്ബിനെ ആരാധിക്കുന്നതിൽ നിന്നും മാറി നടന്ന് റബ്ബല്ലാത്ത ഇലാഹകളെ ആരാധിക്കുന്ന ആളുകൾ, അതിന്റെ ഗൗരവം, അതിന്റെ എത്രമാത്രം അതിന് ഗൗരവമുണ്ട് എന്നും അതിനെ സംബന്ധിച്ച് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ചതും, അതുപോലെ എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും കൃത്യമായി നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക. പല നിലക്കുമുള്ള മന്ത്രിച്ചൂതിയ ചരടുകൾക്ക് പിന്നിലേക്ക് ആളുകൾ സഞ്ചരിക്കുമ്പോൾ, ഈ സമയത്ത് വളരെ ഗൗരവത്തിൽ നമ്മുടെ മക്കൾ നിരാശയിൽ കഴിയുമ്പോൾ, ആ മക്കൾക്ക് ആശ്വാസമായി മാറേണ്ട ഒന്ന് തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളയുണ്ട് കൂടെ എന്നുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം കൂടെ നമ്മുടെ മക്കൾക്ക് നൽകേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, ആധുനികമായ ചികിത്സയോട് പുറംതിരിഞ്ഞു നിന്ന് വീട്ടിൽ നിന്നും പ്രസവവും അതേപോലെ വാക്സിനോടുള്ള വിരക്തിയും, എന്നിട്ട് അതിനെ പല നിലക്കും നമ്മുടെ മതത്തെ പഴിചാരുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥമായ മതത്തിന്റെ ഉത്ബോധനം ലഭിക്കാത്തത് കൊണ്ട്, യഥാർത്ഥമായ തൗഹീദും തവക്കുലും മനസ്സിലാക്കാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് സംഭവിക്കുമ്പോൾ, അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും കൃത്യമായ രോഗവും ആ രോഗത്തിന് ശമനവും ഇവിടെയുണ്ട് എന്നും ആ ശമനങ്ങൾ തേടണമെന്നും അത്തരത്തിലുള്ള ചികിത്സാ രീതികൾ സ്വീകരിക്കണമെന്നും, ആധുനികമായ ചികിത്സാ രീതികൾ എന്താണോ അന്നിന്റെ കാലത്തിലെ ചികിത്സകൾ അത് സ്വീകരിക്കണമെന്നും കൃത്യമായിട്ട് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും സ്വീകരിക്കാതെ പടച്ചറബിനൊഴികെയുള്ള ആളുകളിലേക്ക് കടന്നു ചെന്ന് മന്ത്രിച്ചൂതിയ ചരടുകളും മന്ത്രിച്ചൂതിയ വെള്ളങ്ങളും എന്റെ രോഗങ്ങൾ മാറ്റുമെന്നുള്ള അവസ്ഥകളിലേക്ക് ആളുകൾ മാറുമ്പോൾ, തൗഹീദ് നമ്മുടെ മക്കളുടെ മനസ്സുകളിലേക്ക് ഉറപ്പിച്ചു കൊടുക്കുക, അവരെ അത് മുറുകെ പിടിക്കുവാൻ അവരെ പ്രാപ്തരാക്കുക എന്ന വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അള്ളയുണ്ട് കൂടെ എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. പല നിലക്കും യാത്രകൾ പോകുമ്പോൾ വഴിവെക്കിൽ ആളുകൾ പലതിലേക്കും പല കാണിക്കകളിലേക്കും പലതും വലിച്ചെറിയുന്നത്, പണം കൊടുത്ത് ജാറങ്ങളിലേക്ക് പണമെറിയുന്നത്, യാത്ര സുരക്ഷിതമാകാൻ ജാറങ്ങളിൽ പോയി പണമിടുന്നത്, കാണിക്കകൾ സമർപ്പിക്കുന്നത്, അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു രൂപയുടെയും ആവശ്യമില്ലാതെ, ഒരു നോട്ടുകെട്ടിന്റെയും ആവശ്യമില്ലാതെ ഏത് സമയത്തും സുരക്ഷിതത്വം നൽകുവാൻ അള്ളാഹു ഉണ്ട് എന്നുള്ളൊരു ബോധം നമ്മുടെ മക്കളുടെ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുക്കുവാൻ എത്ര കണ്ട് മാതാപിതാക്കളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ശരീരത്തെ തന്ന്, കണ്ണുകളെ തന്ന്, കാതുകളെ തന്ന്, ഈ ശരീരത്തിന് ആരോഗ്യം തന്ന്, ഇതെല്ലാം റബ്ബ് നമുക്ക് നൽകിയത് അത് റബ്ബിനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് എന്ന്, റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പ്രവാചകന്മാർ പ്രഥമമായി ഗൗരവത്തിൽ പ്രബോധനം ചെയ്ത ആ കാര്യം നമ്മൾ നമ്മുടെ മക്കൾക്ക് എത്ര കണ്ട് നൽകി. മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം അവിടുന്ന് മരണശൈലിയിൽ കിടക്കുമ്പോൾ പ്രവാചകനായ റസൂലായ യാക്കൂബ് അലൈഹിസ്സലാം മക്കളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഉപ്പ മരിക്കാൻ പോവുകയാണ്, ഉപ്പയുടെ മരണശേഷം മക്കളെ നിങ്ങൾ ആരെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുകയെന്ന് നബിയായ റസൂലായ യാക്കൂബ് അലൈഹിസ്സലാം ചോദിച്ചിട്ടുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ മക്കളോട് എത്ര കണ്ട് ഈ ആരാധനയുടെ ഗൗരവം, റബ്ബിനെ ആരാധിക്കണമെന്നുള്ളൊരു ഗൗരവം, റബ്ബിനെ കുറിച്ചുള്ള ഒരു ബോധം നമ്മുടെ മക്കൾക്ക് നൽകി എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക. അവിടെയാണ് ലുഖ്മാൻ നമുക്ക് മാതൃകയാകുന്നത്. ഒന്നാമതായി അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് അല്ലാഹുവിനെ ആരാധിക്കുക എന്നുള്ള കാര്യത്തിലേക്കാണ്. രണ്ടാമതായിക്കൊണ്ട് ലുഖ്മാൻ മകന് നൽകുന്നത് മാതാപിതാക്കളോടുള്ള കടമകൾ വിവരിച്ചു കൊടുക്കുകയാണ്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫി ആമൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മനുഷ്യനെ തന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ വസിയ്യത്ത് നൽകിയിരിക്കുന്നു. എന്താണ് ആ വസിയ്യത്ത്? ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫി ആമൈൻ. ഭാരത്തിന് മേൽ ഭാരമായി, ക്ഷീണത്തിന് മേൽ ക്ഷീണമായി ഗർഭം ചുമന്ന് പ്രസവിച്ച നിന്റെ മാതാവ്, 2 വർഷക്കാലം നിന്നെ മുലയൂട്ടി വളർത്തിയ നിന്റെ മാതാവ്, ആ മാതാവ് ക്ഷീണത്തിന് മേൽ ക്ഷീണമായി, ഭാരത്തിന് മേൽ ഭാരമായി ഗർഭം ചുമക്കുമ്പോൾ അതൊരു ഭാരമായി കണക്കാക്കിയോ ക്ഷീണമായി കണക്കാക്കുകയോ ചെയ്തിട്ടില്ല.
മുലകുടിക്കുന്ന 2 വർഷക്കാലം ആ മാതാവിന്റെ മടിയിലിരുന്ന് മലമൂത്ര വിസർജനങ്ങൾ നമ്മൾ നടത്തിയപ്പോൾ അതിനോട് അറുപ്പും വെറുപ്പും കാണിച്ച് നമ്മളെ നമ്മുടെ ഉമ്മ ദൂരേക്ക് കളഞ്ഞില്ല. ഒന്നുകൂടി ഉമ്മ വെച്ച് ചേർത്ത് പിടിച്ച ആ ഉമ്മ, ആ മാതാപിതാക്കളെ കുറിച്ചുള്ള ഗൗരവമാണ് പിന്നീട് ലുഖ്മാൻ തന്റെ മകന് നൽകുന്നത്. എന്നിട്ട് പറയുകയാണ്, അനിഷ്കുർ ലീ വലി വാലിദൈക ഇലയ്യൽ മസീർ. അങ്ങനെ ആ മാതാപിതാക്കളോട്, അവരോട് നന്ദി കാണിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടും നന്ദി കാണിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഗൗരവത്തിൽ നമ്മെ ഇവിടെ ലുഖ്മാൻ ഉപദേശം നൽകുന്ന കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ആലോചിക്കുക, ഇന്നിന്റെ കാലത്തെ അതല്ലെങ്കിൽ കൗമാരക്കാർ അത്തരത്തിൽ മാതാപിതാക്കൾക്കപ്പുറം സുഹൃത്തുക്കളെ തേടിപ്പോകുന്ന, അതല്ലെങ്കിൽ കാമുകന്മാരെ തേടിപ്പോകുന്ന ഒരു കാലഘട്ടം. അവിടങ്ങളിൽ മാതാവിന്റെ മഹത്വം എന്ത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക നമ്മുടെ മക്കൾക്ക് എത്ര കണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പെൺമക്കളെ വിളിച്ച്, ആൺമക്കളെ വിളിച്ച് നമ്മൾ പറയണം, നിങ്ങളുടെ രൂപങ്ങൾ കണ്ടുകൊണ്ട്, നിങ്ങളുടെ വേഷങ്ങൾ കണ്ടുകൊണ്ട്, നിങ്ങളുടെ സൗന്ദര്യങ്ങൾ കണ്ടുകൊണ്ട്, നിങ്ങളുടെ കഴിവുകൾ കണ്ടുകൊണ്ടാണ് നിങ്ങളെ ഈ ഭൂമിയിൽ മറ്റുള്ളവർ സ്നേഹിക്കുന്നത്. നിങ്ങളുടെ ഏതെങ്കിലും ഭൗതികമായ കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ്. എന്നാൽ നിങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിൽ നിങ്ങളുടെ കണ്ണിന്റെ രൂപം എന്താണ്, നിങ്ങളുടെ കാതുകളുടെ ആകൃതി എന്താണ്, നിങ്ങളുടെ ശരീരത്തിന്റെ നിറം എന്താണ് എന്നുപോലും അറിയാതെ, നിങ്ങൾ എന്തവസ്ഥയിലാണ് എന്നറിയാതെ നിങ്ങളെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ചവരാണ് നിങ്ങളുടെ മാതാപിതാക്കളെന്ന്, മാതാപിതാക്കൾക്ക് മക്കളെ ചേർത്ത് പിടിച്ച് ഉമ്മയും ഉപ്പയും അങ്ങനെ സ്നേഹിച്ചവരാണ് മക്കളെ എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. പല നിലക്കും രോഗങ്ങൾ ബാധിച്ച് കഴിയുന്ന എത്രയോ ആളുകളുണ്ട്, എത്രയോ മക്കളുണ്ട് രോഗശയ്യയിൽ, അതേപോലെ രോഗിയായിക്കൊണ്ട് ജനിച്ചു വീഴുന്ന പലതരത്തിലും ശേഷിയില്ലാതെ, കയ്യിനും കാലിനും ശേഷിയില്ലാതെ, എഴുന്നേറ്റ് നടക്കുവാൻ ശേഷിയില്ലാതെ ജനിച്ചു വീഴുന്ന എത്രയോ മക്കളുണ്ട്. ആ മക്കളെ ആ മാതാപിതാക്കൾ ഗൗരവത്തിൽ ചേർത്ത് പിടിക്കുകയും അവരെ ആ മക്കൾ എന്നുള്ള രൂപത്തിൽ അവരെ പരിചരിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. ഇതുപോലെ നിങ്ങളുടെ അവസ്ഥ ഇതുപോലെയായിരുന്നുവെങ്കിൽ നിങ്ങളെയും ഈ ഉമ്മയും ഉപ്പയും ചേർത്ത് പിടിക്കുമായിരുന്നു എന്ന് മക്കളോട് കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് മക്കളെ, നിങ്ങളെ തേടി വരുന്ന പല ആളുകളും ഉണ്ടാകും, സ്നേഹം പ്രകടിപ്പിച്ചു വരുന്ന പല ആളുകളും ഉണ്ടാകും, കപടമായ നാട്യങ്ങളിലൂടെ സ്നേഹം പ്രകടിപ്പിച്ചു വരുന്നവരുണ്ടാകും. അവർ നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ടാകും കടന്നു വരുന്നത്, അവർ നിങ്ങളുടെ കഴിവുകൾ കണ്ടിട്ടാവും കടന്നു വരുന്നത്, അവർ നിങ്ങളുടെ വേഷങ്ങൾ കണ്ടിട്ടാവും കടന്നു വരുന്നത്. എന്നാൽ അതിനപ്പുറം നിങ്ങളെ സ്നേഹിച്ച നിങ്ങളുടെ മാതാപിതാക്കളെ പുറങ്കാല കൊണ്ട് തള്ളിക്കളയുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് വളരെ ഗൗരവത്തിൽ ഉമ്മ സഹിച്ച വേദന അത് മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ആ ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹവും ലാളനയും നമ്മൾ നമ്മുടെ മക്കൾക്ക് കൃത്യമായിട്ട് നൽകണം. അങ്ങനെ മാതാപിതാക്കളെ കുറിച്ച് കൃത്യമായ ബോധ്യവും നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകണം. അതാണ് രണ്ടാമതായിക്കൊണ്ട് ലുഖ്മാൻ മകന് നൽകുന്ന കാര്യം. മൂന്നാമതായിക്കൊണ്ട് ലുഖ്മാൻ രഹസ്യമായ ജീവിതവുമാകട്ടെ പരസ്യമായ ജീവിതമാകട്ടെ ആ ജീവിതങ്ങളിൽ മുഴുവനും സംശുദ്ധത കൈവരിക്കാൻ, ശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ, കളങ്കമില്ലാതെ ജീവിക്കുവാനുള്ള ഉപദേശമാണ് നൽകുന്നത്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തക മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. കുഞ്ഞുമോനെ, പൊന്നുമോനെ, നീ ഏതെങ്കിലും കടുകമണിയുടെ വലിപ്പമുള്ള ഏതെങ്കിലും ഒരു കാര്യം ഈ ഭൂമിയിലും ആകാശത്തിനുമിടയിൽ എവിടെ നീ ഒളിപ്പിച്ചു വെച്ചാലും അത് കണ്ടെത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സാധിക്കും എന്ന ബോധമാണ് നൽകുന്നത്. രഹസ്യമായ ജീവിതവും പരസ്യമായ ജീവിതവും ശുദ്ധമാക്കുവാൻ, അതിനു വേണ്ട കാര്യങ്ങൾ കൃത്യമായി ആ ജീവിതത്തെ സംശുദ്ധിപ്പെടുത്തുവാൻ വേണ്ട ഉപദേശമാണ് നൽകുന്നത്. നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന്, നമ്മുടെ കൺവെട്ടത്ത് നിന്ന് മാറി പഠനാവശ്യങ്ങൾക്ക്, ബിരുദ പഠനങ്ങൾക്ക്, ബിരുദാനന്തര പഠനങ്ങളിലേക്ക് പല ഇടങ്ങളിലേക്കും യാത്ര ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ പോകുമ്പോ എവിടെയായിരുന്നാലും റബ്ബ് കാണുമെന്നുള്ള ബോധം നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, കൃത്യമായി കാണിച്ചു കൊടുക്കണം. കാലഘട്ടങ്ങളിൽ എത്ര നമ്മൾ നിയമം തെറ്റിച്ചൊന്ന് വാഹനമോടിച്ചാൽ
നമ്മൾ വീട്ടിൽ നിന്നും കാറെടുത്തു, സീറ്റിൽ ബെൽറ്റ് ഇടാതെ ഇരുന്ന് നമ്മൾ കാറിലൂടെ സഞ്ചരിച്ചാൽ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തുന്നതിന് മുമ്പ് കൃത്യമായ ക്ലിയർ ഫോട്ടോ അടക്കം നമ്മുടെ ഫോണുകളിലേക്ക്, നമ്മുടെ മെയിലുകളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് അറിയുന്ന സംവിധാനങ്ങളാണ്. ഈ ക്ലിയർ പിക്ചർ അടക്കം നമ്മുടെ ഫോണുകളിലേക്ക് കടന്നു വരുന്നുണ്ട് എങ്കിൽ അതിനേക്കാളും ക്ലിയർ ആയിക്കൊണ്ട് ഇതിനെയെല്ലാം സംവിധാനിച്ച റബ്ബ് കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ലഹരിയുടെ അതേപോലെ അവിഹിത ബന്ധങ്ങളുടെ വഴികളിലേക്ക് നമ്മുടെ മക്കൾ വീണു പോകാതിരിക്കുവാൻ, ആ വീണു പോയവരെ കൈപിടിച്ചുയർത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള കൃത്യമായ ബോധം നൽകുക എന്നുള്ളതാണ് നമ്മൾ കാര്യമായി ചെയ്യേണ്ട കാര്യം. നാലാമതായിക്കൊണ്ട് ലുഖ്മാൻ മകന് നൽകുന്നത് ആരാധന, അത് കൃത്യമായി നിർവഹിക്കണം. അതേപോലെ റബ്ബിനെ കുറിച്ചുള്ള പ്രബോധനങ്ങൾ, റബ്ബാരാണ് എന്ന് അറിഞ്ഞ റബ്ബിനെ കുറിച്ച് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ പകർന്നു കൊടുക്കുന്ന സമയത്ത്, റബ്ബിൽ മാത്രമായി ആരാധനകൾ അർപ്പിക്കുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. ആ പ്രയാസങ്ങളിൽ ക്ഷമ അവലംബിക്കണം എന്നുള്ളതാണ് നാലാമതായി ലുഖ്മാൻ പറഞ്ഞു കൊടുക്കുന്നത്. യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത്, യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത്, അല്ലയോ മോനെ നീ നമസ്കരിക്കണം എന്നല്ല ലുഖ്മാൻ പറയുന്നത്, മറിച്ച് അഖിമിസ് സ്വലാത്ത്, നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കണം, കൃത്യമായി നിർവഹിക്കണം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയബന്ധിതമായി വിശ്വാസി നിർവഹിക്കേണ്ട ആ നമസ്കാരം അത് കൃത്യമായിട്ട് മുറ പോലെ നിർവഹിക്കണമെന്ന് ലുഖ്മാൻ മകനെ ഉപദേശിക്കുകയാണ്. നമ്മൾ നമ്മുടെ മക്കളെ എത്ര കണ്ട് ആ മുറ പോലെ കൃത്യമായി, കൃത്യതയോടെ, സമയബന്ധിതമായി നമസ്കാരം നിർവഹിക്കുന്ന ഒരു ശീലം നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകിയോ എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക. 5 നേരത്തെ നമസ്കാരമുണ്ട്. 7ാമത്തെ വയസ്സിൽ നമസ്കരിക്കാൻ കൽപ്പിക്കുവാൻ അല്ലാഹു തആല പറഞ്ഞു. നമസ്കരിക്കണം എന്ന് മക്കളോട് പറയാൻ അല്ലാഹു തആല പറയുകയാണ്. 7ാമത്തെ വയസ്സിൽ നമസ്കരിക്കാൻ മക്കളോട് പറയുമ്പോൾ 7 വയസ്സിന് മുമ്പ് എങ്ങനെയാണ് നമസ്കാരമെന്ന് മാതാപിതാക്കളിൽ നിന്ന് മക്കൾ അറിയണം. 2ാമത്തത് 10ാമത്തെ വയസ്സിൽ അടിക്കുവാൻ പറഞ്ഞു. 7 വയസ്സിനും 10 വയസ്സിനും ഇടയിൽ 3 വർഷത്തെ കാലതാമസമുണ്ട്. ഈ 3 വർഷങ്ങളിൽ കൃത്യമായി 5 നേരത്തെ നമസ്കാരം സുബഹി മുതൽ ഇശാ വരെ കൃത്യമായി മക്കളോട് നമസ്കരിക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ഒരു ദിവസം 5 നേരത്തെ നമസ്കാരമുണ്ട്. ആ 5 നേരത്തെ നമസ്കാരവും നമ്മൾ 3 വർഷക്കാലം, ഒരു വർഷം 365 ദിവസം നമ്മൾ കണക്കാക്കാറുണ്ട്. ആ 365 ദിവസം അതുപോലെ 3 വർഷം ഇൻറ്റു 3 അത് കണക്ക് കൂട്ടി എത്രയാണോ നമുക്ക് ലഭിക്കുന്നത് അത്രയും തവണ മക്കളോട് അത്രയും ആവർത്തി നമസ്കാരത്തെക്കുറിച്ച് നമസ്കരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം, കാണിച്ചുകൊണ്ടേയിരിക്കണം, കൂടെ നമസ്കരിക്കാൻ വിളിച്ചു പോയിക്കൊണ്ടേയിരിക്കണം. സമയബന്ധിതമായി മക്കളോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. സമയമാകുമ്പോൾ മക്കളോട് ആ TV ഓഫാക്ക്, ഇനി പോയി നമസ്കരിക്കുക എന്ന് പറയലല്ല, മറിച്ച് അതിന് കൃത്യമായ തർബിയത്ത് പ്രകാരം ഇസ്ലാം പറഞ്ഞ ആ 7 വയസ്സും 10 വയസ്സും അത് ഏത് സമയത്തും നമ്മളത് നോക്കണം. ആദ്യം അതൊന്ന് കാണിച്ചു കൊടുക്കണം. ആദ്യം ആ രൂപത്തിലുള്ള വിളികൾ ഉണ്ടാകണം. മക്കളോട് പറയണം, TV കാണുമ്പോൾ അതല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ അവർ എന്തെങ്കിലുമൊക്കെ അവരുടെ കായിക വിനോദങ്ങൾ ഏർപ്പെടുമ്പോൾ, അവർ കളിക്കാൻ പോകുമ്പോൾ അവരോട് കൃത്യമായി പറഞ്ഞു കൊടുക്കണം, ഇത്ര മണിക്കാണ് ബാങ്ക്. അത് കഴിഞ്ഞ് ബാങ്ക് കഴിഞ്ഞ് ഉപ്പ ഒളു എടുത്ത് പള്ളിയിലേക്ക് പോകും. അപ്പോൾ ഉപ്പയുടെ കൂടെ മോനും ഉണ്ടാകണം, മകളും ഉണ്ടാകണം. അതുകൊണ്ട് കളി കഴിഞ്ഞ് ആ സമയത്തിന് മുന്നേ അത് ആ രൂപത്തിൽ വീട്ടിലേക്ക് കടന്നു വരണമെന്ന് മക്കളോട് കൃത്യമായി പറഞ്ഞ് മക്കളുടെ കൈപിടിച്ച് പള്ളിയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്ന ഒരു തരത്തിലുള്ളൊരു കുടുംബാന്തരീക്ഷം നമ്മളിൽ ഉണ്ടാകണം. അതേപോലെ ലുഖ്മാൻ മകന് നമസ്കാരം മുറ പോലെ നിർവഹിക്കണമെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ പറഞ്ഞു, വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അങ്ങനെയുള്ള മക്കളായി നമ്മുടെ മക്കൾ മാറണം. തിന്മ കാണുമ്പോൾ ആ തിന്മയുടെ ഒഴുക്കിൽ ആ തിന്മയോടൊപ്പം ഒഴുകുന്നവരാകരുത്, മറിച്ച് ആ തിന്മ കാണുമ്പോൾ ആ തിന്മകളോട് നോ എന്ന് പറയുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറണം. അതിനുവേണ്ടി അപ്രകാരം നോ എന്ന് പറയുമ്പോൾ, കൂട്ടുകാര് ലഹരി ഉപയോഗിക്കാൻ വിളിക്കുമ്പോൾ, കൂട്ടുകാരൻ DJ പാർട്ടികളിലേക്ക് ക്ഷണിക്കുമ്പോൾ, പബ്ബിലേക്ക് ക്ഷണിക്കുമ്പോൾ, അവിടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്ന നമ്മുടെ മക്കൾ നോ എന്ന് പറയുമ്പോൾ ആ കൂട്ടുകാർ പരിഹസിക്കും. പഴഞ്ചനെന്ന് പറഞ്ഞേക്കാം, 6ാം നൂറ്റാണ്ടിന്റെ ഉൽപ്പന്നമെന്ന് പറഞ്ഞേക്കാം.
അങ്ങനെയൊക്കെ നിനക്ക് കേൾക്കേണ്ടി വരുമ്പോൾ വസ്ബിർ അലാ മാ അസാബക് ഇന്ന ഫീ സാലിക മിൻ അസ്മിൽ ഉമൂർ വസ്ബിർ, അങ്ങനെയൊക്കെ പറയുമ്പോൾ നീ ക്ഷമിക്കുക മോനെ, നിനക്കതിനേക്കാളും ഉത്തമമായത് വരാനുണ്ട് എന്ന് ആ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതാണ് ലുഖ്മാൻ നാലാമതായിക്കൊണ്ട് തന്റെ മകന് കൊടുക്കുന്ന ഉപദേശം. ഇങ്ങനെ കൃത്യമായി ജീവിതത്തെ പഠിപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. തൗഹീദ്, മാതാപിതാക്കളുള്ള കടമ, നമസ്കാരങ്ങൾ, ആരാധനകൾ, അല്ലാഹുവെ കുറിച്ചുള്ള ഒരു ബോധം, അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് നൽകാൻ സാധിക്കണം. അതിനുള്ളൊരു അവസരമായി ഈ ഒഴിവ് സമയത്തെ നമ്മൾ ഉപയോഗിക്കണം. അല്ലാഹുവിന്റെ റസൂൽ വളരെ ഗൗരവത്തിൽ പറഞ്ഞു, നിഅമതാനി മൽബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹത്ത് വൽ ഫറാഗ്. രണ്ട് അനുഗ്രഹങ്ങൾ, ആ രണ്ട് അനുഗ്രഹങ്ങളെ തൊട്ട് അധിക ജനങ്ങളും അശ്രദ്ധയിലാണ്. അതിലൊന്ന് അസ്സിഹത്ത്, ആരോഗ്യമാണ്, നമ്മളൊന്ന് നമ്മളിലേക്ക് നോക്കിയാൽ മതി. മറ്റൊന്ന് വൽ ഫറാഗ്, ഒഴിവ് സമയമാണ്. ആ ഒഴിവ് സമയമാണ് നമ്മുടെ മക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ സമയത്ത് കൂടുതലായിക്കൊണ്ട് അല്ലാഹുവെ കുറിച്ച് പഠിപ്പിക്കാൻ, റസൂലിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുവാൻ, ദീനീപരമായ വിജ്ഞാനങ്ങൾ നമ്മുടെ മക്കൾക്ക് നൽകുവാൻ നമുക്ക് സാധിക്കണം. നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബതിഹി അജ്മഈൻ വബഅദ്. ഊസിക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മക്കളുമായി ബന്ധപ്പെട്ട് ലുഖ്മാൻ മകന് നൽകിയ ഉപദേശങ്ങൾ, അതിൻ്റെ ഒരു മാതൃകയാണ് നമ്മൾ വിശദീകരിച്ചത്. അഞ്ചാമതായിക്കൊണ്ട് ലുഖ്മാൻ മകന് നൽകുന്നത് നല്ല വിനയത്തോടെയുള്ളൊരു ജീവിതം അത് നയിക്കുവാനാണ്. വലാ തുസയ്യിറ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ വഖ്സിദ് ഫീ മശീക് വഅളദ് മിൻ സൗതിക് ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. അഹങ്കാരത്തോടുകൂടി മനുഷ്യരുടെ നേർക്ക് നിന്റെ കവിളിനെ നീ തിരിച്ചു വെക്കരുത് എന്ന് മകന് ഉപദേശിക്കുകയാണ്. പൊങ്ങച്ചമില്ലാതെ, പൊങ്ങച്ചം കാട്ടിക്കൊണ്ട് ഭൂമിയിലൂടെ നടക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ദുരഭിമാനം നടിക്കുന്ന പൊങ്ങച്ചക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ നടത്തത്തിൽ മിതത്വം പാലിച്ച് ശബ്ദത്തെ ഒതുക്കി മാന്യമായ സൗമ്യമായ ശബ്ദത്തിൽ കഴിയണമെന്നുള്ളതാണ്. ശബ്ദത്തിൽ അള്ളാഹുവിനെ ഏറ്റവും വെറുപ്പുളവാക്കുന്നത് കഴുതയുടെ ശബ്ദമാണ് എന്ന് അല്ലാഹു തആല ഇതിനോടൊപ്പം ചേർത്ത് പറയുന്നു. അതായത് തർക്കിച്ച്, അപ്രകാരം മാതാപിതാക്കളെ ധിക്കരിച്ച്, കണ്ട എല്ലാവരോടും, കുടുംബക്കാരെ വീട്ടിൽ വന്നാൽ അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ, അത്തരത്തിൽ പ്രായമായവരെ പരിഗണിക്കാതെ, അപ്രകാരമുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതിരിക്കുവാനുള്ളൊരു ശ്രദ്ധ നമ്മളിൽ ഉണ്ടാകണം. പരസ്പരമുള്ള ബന്ധവും ഔചിത്യബോധവും അതുപോലെയുള്ള പരിസര ബോധവുമൊക്കെ നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകണം. അപ്രകാരം നമ്മുടെ മക്കളെ ഉത്തരവാദിത്തങ്ങൾ നൽകി വിനയവും സാഹോദര്യവും സൗമ്യതയുമൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ നമ്മുടെ മക്കളിൽ പഠിപ്പിക്കണം. നമ്മുടെ മക്കളെ അതോടൊപ്പം നമ്മൾ ശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ് കുടുംബ ബന്ധങ്ങളുടെ മഹത്വവും ആ കുടുംബങ്ങൾ ആരാണ് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുകയും നമ്മൾ ചെയ്യണം. തഅല്ലമൂ മിൻ അനാസിബിക്കും മാ തസിലൂ ബിഹി അർഹാമക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചു, നിങ്ങൾ കുടുംബ ബന്ധത്തിന്റെ വേരുകൾ മക്കൾക്ക് വ്യക്തമാക്കി കൊടുക്കണം. കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ വീട്ടുകാർക്കിടയിൽ സ്നേഹബന്ധം വർദ്ധിക്കുകയും സമ്പത്തിൽ വർധനവുണ്ടാവുകയും ചെയ്യും, ആയുസ് നീട്ടിക്കിട്ടുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അണുകുടുംബ സംവിധാനത്തിലേക്ക് നമ്മൾ മാറുന്നു. എന്താണ് കുടുംബത്തിന്റെ വേരുകളെന്ന്, ആരൊക്കെയാണ് കുടുംബമെന്ന് പരസ്പരം നമ്മുടെ മക്കൾക്കറിയില്ല. അതൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം.
നമ്മുടെ കുടുംബ വീടുകളിലേക്കുള്ള യാത്രകൾ ഈ മക്കളുടെ വെക്കേഷൻ സമയങ്ങളിൽ അതൊക്കെ നമ്മൾ ഒന്ന് വർദ്ധിപ്പിക്കുവാൻ, അതൊക്കെ നമ്മുടെ മക്കളിൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ, പ്രായമായ മക്കളാണെങ്കിൽ ഒറ്റക്ക് ആ മക്കളെ ഇന്ന സ്ഥലങ്ങൾ, ഇന്ന കുടുംബമാണ്, അവിടൊക്കെ പോയി സന്ദർശിച്ച് വരണമെന്ന് മക്കൾക്കൊക്കെ നിർദ്ദേശം നൽകി ആ കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന മക്കളായി നമ്മുടെ മക്കളെ മാറ്റണം. കുടുംബങ്ങളാണ് നാളെ തണലാവുക എന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. പ്രയാസമുണ്ടായപ്പോൾ, പ്രതിസന്ധി ഉണ്ടായപ്പോൾ, എല്ലാവരും കൈയൊഴിഞ്ഞപ്പോൾ ഈ കുടുംബമാണ് എന്നെ ചേർത്ത് പിടിച്ചതെന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കണം. കുടുംബങ്ങളൊക്കെ, ഫാമിലിയൊക്കെ കോമഡിയാണ് എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. കൗമാരക്കാർ പറയുന്ന പറച്ചിലുകളാണ്. അപ്രകാരമൊക്കെ നമ്മുടെ മക്കൾക്ക് കുടുംബത്തിന്റെ മഹത്വം പറഞ്ഞു കൊടുത്ത് കുടുംബ വേരുകൾ പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതേപോലെയുള്ള മറ്റു കാര്യങ്ങളിലേക്ക് നമ്മുടെ മക്കൾ കടന്നു പോകുന്നുണ്ട് എങ്കിൽ, ദുഷ്കരമായ കാര്യങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്നുണ്ട് എങ്കിൽ അവരെ തടയുവാൻ നമുക്ക് സാധിക്കും. മാതാപിതാക്കൾ പരാതി പറയും, എനിക്ക് തടയാൻ കഴിയുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, രാത്രി എത്രയോ വൈകി വന്ന് കിടന്നുറങ്ങുന്നു, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. ഈ കിടന്നുറങ്ങാൻ കടന്നു വരുന്നത് നമ്മൾ ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിലേക്കാണ് എങ്കിൽ ആ വീട്ടിലേക്ക് കടന്നു വരണ്ട എന്ന് ശാസിക്കുവാനുള്ള അധികാരവും നമുക്കുണ്ട് എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണം. കൃത്യമായി അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരുടെ സുഹൃത്തുക്കളെ കുറിച്ചുള്ള ബോധം, അവരെന്താണ് അവരുടെ ഇൻസ്റ്റഗ്രാമിലൂടെ കാണുന്നത്, ആരെയൊക്കെയാണ് അവർ ഫോളോ ചെയ്യുന്നത്, അവരുടെ യൂട്യൂബിൽ അവർ ഏതൊക്കെയാണ് കാണുന്നത്, അവര് കാണുന്ന ഈ കൊറിയൻ ബാൻഡുകളും മറ്റു DJ അത്തരത്തിലുള്ള പാട്ടുകളും അതിൻ്റെയൊക്കെ അർത്ഥതലങ്ങൾ അന്വേഷിച്ച്, അത്തരം കാര്യങ്ങൾ അന്വേഷിച്ച് അവരെ റോൾ മോഡലാക്കിക്കൊണ്ട് നമ്മുടെ മക്കൾ പോകുമ്പോൾ അതൊന്നുമല്ല ജീവിതമെന്ന് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രണയത്തിന്റെ വലിയ വരികൾ പാടിയ ആളുകൾ അവരുടെ ജീവിതത്തിൽ പ്രണയം കൊണ്ടുവരാൻ സാധിക്കാതെ വിവാഹമോചനം ചെയ്ത വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങൾ വരെ കേട്ടവരാണ് നമ്മൾ. ഇത്തരത്തിലുള്ള റിയൽ ലൈഫുകളെന്ന് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അവരെ മറ്റ് അനുവദിക്കപ്പെട്ട തരത്തിലുള്ള, അവരുടെ ശരീരത്തിന് ഉന്മേഷം നൽകുന്ന തരത്തിലുള്ള മറ്റു വിനോദങ്ങൾ അവരെ പഠിപ്പിക്കുവാൻ, അത്തരത്തിലുള്ള കായികാഭ്യാസങ്ങൾ അവരെ പഠിപ്പിക്കുവാനുള്ള ഒരു ശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഗവർണർമാർക്ക് കത്തെഴുതി, നിങ്ങൾ നാട്ടിലെ രക്ഷിതാക്കളോട് കൽപ്പിക്കണം ആ മക്കളെ നീന്തൽ പഠിക്കുവാൻ, അമ്പെയ്ത്ത് പഠിപ്പിക്കുവാൻ, കുതിരസവാരി പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹുവിന് കത്തെഴുതുകയാണ്. നമ്മുടെ ഇന്നത്തെ കാലത്ത് ഡ്രൈവിംഗ്, അതേപോലെയുള്ള മറ്റു കറാട്ട പോലെയുള്ള കായിക അഭ്യാസങ്ങൾ, അതേപോലെയുള്ള ഫുട്ബോൾ ക്യാമ്പുകൾ, അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയച്ച് മറ്റ് കാര്യങ്ങളിൽ നിന്നും ഇന്ന് വർദ്ധിച്ചു വരുന്ന മറ്റു തരത്തിലുള്ള ലഹരി പോലെയുള്ള വ്യാപന അത്തരം കാര്യങ്ങളിൽ നിന്ന് തടയുവാൻ ഇത്തരം കാര്യങ്ങൾ ഉപകരിക്കും എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവുകയും അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒഴിവ് സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഉപയോഗിക്കുന്നവരായി നാഥൻ നമ്മെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സന്താനങ്ങളിലും ഇണകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമയെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ട്. അവരുടെ സന്താനങ്ങളെല്ലാം അല്ലാഹു തആല സ്വാലിഹായ സന്താനങ്ങളായി മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സന്താനങ്ങൾ അല്ലാഹു സ്വാലിഹായ സന്താനങ്ങളായി മാറ്റുകയും നാളെ നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ കണ്ണുകൾ അടച്ച് നമ്മുടെ മയ്യത്ത് കുളിപ്പിച്ച് നമ്മുടെ മയ്യത്തിന്റെ മുന്നിൽ നിന്നും അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹ്മഹു എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളായി നമ്മളെയും നമ്മുടെ മക്കളെയും മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവരായി നമ്മെയും നമ്മുടെ മക്കളെയും റബ്ബ് മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് കാണുന്ന കെടുതികളിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മയുടെ വക്താക്കളായി നമ്മുടെ മക്കളെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിൽ സാഹോദര്യ അന്തരീക്ഷം അല്ലാഹു തആല നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ സമാധാന അന്തരീക്ഷം അല്ലാഹു തആല നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും വന്നുപോയ എല്ലാവിധ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു തആല നമുക്കേവർക്കും പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ചൂട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇതിനേക്കാളും കഠിനമായ ചൂട്, നരകാഗ്നിയുടെ ചൂട് വരാനിരിക്കുന്നു. ആ ചൂടിൽ നിന്ന് റബ്ബ് നമ്മെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല ബർസഖിന്റെ ലോകത്ത് കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, ഒരുപാട് ആളുകൾ കഴിഞ്ഞ വർഷം, കഴിഞ്ഞ മാസം നമ്മോടൊപ്പം ഉണ്ടായവർ പലരും ബർസഖിന്റെ ലോകത്താണ്. റബ്ബേ, അവരുടെ ബർസഖിന്റെ ലോകം നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. സന്തോഷത്തോപ്പാക്കി മാറ്റണേ റബ്ബേ, സ്വർഗത്തോപ്പാക്കി മാറ്റി അനുഗ്രഹിക്കണ റബ്ബേ. നാളെ ഞങ്ങളും ബർസഖിന്റെ ലോകത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ
ഞങ്ങളുടെ ബർസഖിന്റെ ലോകവും അപ്രകാരം സ്വർഗത്തോപ്പാക്കി സന്തോഷത്തോപ്പാക്കി നീ മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഞങ്ങളെ ഏവരെയും ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. ഫലസ്തീനിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അനുഭവിക്കുന്ന യാതനകൾ, വേദനകൾ, അതിൽ അല്ലാഹു തആല ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനികമായ സ്ഥൈര്യം അവർക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്യന്തികമായ വിജയം, അള്ളാഹുവിന്റെ വിജയം അത് ഫലസ്തീനികൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുക്കളിൽ നിന്നും അവരെ അല്ലാഹു തആല കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബസമേതം സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളിൽ നിന്നും മലായിക്കത്തുകൾ സ്വാഗതം ചെയ്യുന്ന കുടുംബക്കാരെ വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അത്തരം കുടുംബമായി നമ്മുടെ കുടുംബത്തെ നാഥൻ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ മുർസലീങ്ങളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, ഔലിയാക്കളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا وأجر والدينا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد والحمد لله رب العالمين وسلام على المرسلين.